കർത്താവ് നിങ്ങളോട് കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിനുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. എന്നാൽ ആരെങ്കിലും എനിക്ക് വേണ്ടി സ്വജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവൻ അത് കണ്ടെത്തും. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവ് നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? ഒരുവൻ സ്വന്തം ആത്മാവിന് പകരമായി എന്ത് കൊടുക്കും? മനുഷ്യപുത്രൻ സ്വപിതാവിൻ്റെ മഹത്വത്തിൽ തൻ്റെ ദൂതന്മാരോടൊത്ത് വരാനിരിക്കുന്നു. അപ്പോൾ അവൻ ഓരോരുത്തർക്കും താന്താങ്ങളുടെ പ്രവർത്തികൾക്കനുസരിച്ച് പ്രതിഫലം നൽകും. മനുഷ്യപുത്രൻ തൻ്റെ രാജ്യത്തിൽ വരുന്നത് ദർശിക്കുന്നതിന് മുമ്പ് ഇവിടെ നിൽക്കുന്നവരിൽ ചിലർ മരിക്കുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. വിശാലത്രിയും സ്നേഹമുള്ളവരെ, തിരുസഭാ മാതാവ് ഇന്ന് നമ്മുടെ വിചിന്തനത്തിനായിട്ട് നമുക്ക് നൽകിയിരിക്കുന്ന വചനഭാഗം മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 24 മുതൽ 28 വരെയുള്ള തിരുവചനങ്ങളാണ്. നമ്മൾ ഇന്നലെ വായിച്ചു കേട്ട സുവിശേഷത്തിൽ കേസറിയ ഫിലിപ്പിയിൽ വെച്ച് തൻ്റെ ശിഷ്യന്മാരോട് യേശു 2 ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഞാൻ ആരെന്നാണ് ജനം പറയുന്നത്? അതുപോലെ ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? അതിന് പത്രോസ്ലീഹ നൽകുന്ന മറുപടി, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ആണ് എന്നാണ്. അങ്ങനെ ഇന്നലെ വായിച്ചു കേട്ട സുവിശേഷത്തിലെ 2-ാം ഭാഗത്തിലേക്ക് വരുമ്പോൾ തൻ്റെ ജെറുസലേം യാത്രയെക്കുറിച്ച് യേശുനാഥൻ തൻ്റെ പ്രിയ ശിഷ്യന്മാരോട് പറയുന്നുണ്ട്. ഞാൻ ജെറുസലേമിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ യഹൂദ നേതൃത്വം എങ്ങനെയാണ് തന്നെ സ്വീകരിക്കാൻ പോകുന്നത്? അവിടെ താൻ കടന്നു പോകാൻ പോകുന്ന സഹനങ്ങളെക്കുറിച്ചും പീഡനങ്ങളെക്കുറിച്ചും തൻ്റെ മരണത്തെക്കുറിച്ചും ഉദ്ധാനത്തെക്കുറിച്ചുമെല്ലാം തൻ്റെ ശിഷ്യന്മാരോട് യേശുനാഥൻ പറയുമ്പോൾ പത്രോസ്ലീഹ യേശുവിനെ തടഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, ദൈവം കനിയട്ടെ കർത്താവേ, ഇതൊന്നും നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ. യേശുവിൻ്റെ സഹന മരണ ഉദ്ധാനത്തിൻ്റെ രഹസ്യത്തിൽ നിന്നും അവനെ തടയുവാൻ ശ്രമിക്കുന്ന പത്രോസിനെ മാറ്റി നിർത്തി കർത്താവ് പറയുന്നുണ്ട്, സാത്താനെ എൻ്റെ മുമ്പിൽ നിന്ന് മാറിപ്പോവുക, നീ എനിക്ക് പ്രതിബന്ധമാണ് എന്ന് പത്രോസ്ലീഹായോട് യേശുനാഥൻ പറയുന്നതായിട്ട് നമ്മൾ ഇന്നലത്തെ സുവിശേഷത്തിൽ വായിച്ചു കേട്ടു. ആ പത്രോസ്ലീഹായുടെ മനോഭാവം മനസ്സിലായതുകൊണ്ടായിരിക്കണം യേശുനാഥൻ തന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്ന ശിഷ്യന്മാരോട് വളരെ വ്യക്തമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. തന്നെ ഒരാൾ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? അവൻ തന്നെ പരിത്യജിച്ച് തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. കർത്താവ് ഇത് എന്തുകൊണ്ടാണ് പറയുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ അനിവാര്യത എന്താണ് എന്നുകൂടി വളരെ വ്യക്തമാക്കുന്നുണ്ട്. സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. എന്നാൽ ആരെങ്കിലും എനിക്ക് വേണ്ടി സ്വജീവൻ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ അവന് അത് കണ്ടെത്തുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, ഇതിലൂടെ യേശുനാഥൻ വളരെ വ്യക്തമായി തൻ്റെ ശിഷ്യന്മാരെ ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾ എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ കാത്തിരിക്കുന്ന ഒത്തിരിയേറെ സഹനങ്ങൾ തന്നെയാണ്. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വേണം നിങ്ങൾ എന്നെ അനുഗമിക്കുവാൻ എന്ന് യേശുനാഥൻ വളരെ വ്യക്തമായി അവരോട് പറഞ്ഞു കൊടുക്കുകയാണ്. പ്രത്യേകിച്ച് ഒരു ശിഷ്യത്വം സ്വീകരിക്കുക എന്ന് പറയുന്നത് തങ്ങളെ കൊണ്ട് ആവുന്ന കാര്യമല്ല, അല്ലെങ്കിൽ അതിനോട് വിമുഖത കാണിക്കുന്ന ഒരു സമൂഹത്തിന് മുമ്പിൽ വെച്ചാണ് ഒരു ക്രിസ്തു ശിഷ്യൻ എപ്രകാരമുള്ളവരായിരിക്കണം എന്ന് യേശുനാഥൻ വ്യക്തമാക്കുന്നത്. മറ്റുള്ള ശിഷ്യന്മാരെ പോലെയല്ല, ഒരു ക്രിസ്തുവിൻ്റെ ശിഷ്യനാകുന്ന വ്യക്തി അവൻ ചെയ്യേണ്ട കാര്യം എന്താണ് എന്ന് വളരെ വ്യക്തതയോടുകൂടെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ക്രിസ്തുവിൻ്റെ ശിഷ്യനായി മാറേണ്ട ഒരു വ്യക്തി അവൻ ഭൗതിക കാര്യങ്ങളിലേക്കല്ല ശ്രദ്ധ പതിപ്പിക്കേണ്ടത്, മറിച്ച് ആത്മീയമായ കാര്യങ്ങളിലേക്ക് ശ്രദ്ധ പതിപ്പിക്കണം, ആത്മീയ തലത്തിലേക്ക് അവൻ തിരിയണം എന്ന്
കർത്താവ് പിന്നീട് വ്യക്തമാക്കുന്നതാണ് അടുത്തു വരുന്ന വചനങ്ങൾ. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടമാക്കിയാൽ അതുകൊണ്ട് എന്ത് പ്രയോജനമാണ് എന്ന് കർത്താവ് അവരോട് ഊന്നി ചോദിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, അതിൽ നിന്നും കർത്താവ് ആഗ്രഹിക്കുന്ന കാര്യം, നിങ്ങൾ ഈ ലോക താല്പര്യങ്ങളുടെ പുറകെ പോകുകയല്ല, മറിച്ച് ആത്മാവിൻ്റെ പരിപോഷണത്തിന് വേണ്ടി നിങ്ങളെക്കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും അത് ചെയ്തുകൊണ്ട് ക്രിസ്തുവിൻ്റെ ശിഷ്യനായിട്ട് മാറുക. അങ്ങനെയുള്ള വ്യക്തികളെ കാത്തിരിക്കുന്നത് നല്ല പ്രതിഫലമാണ് എന്നുകൂടി കർത്താവ് പറയുന്നുണ്ട്. അത് യുഗാന്ത വീക്ഷണത്തിലേക്കും ഒരു ക്രിസ്തു ശിഷ്യൻ്റെ ജീവിത ലക്ഷ്യത്തിലേക്കും വിരൽ ചൂണ്ടുന്ന ഒരു കാര്യമാണ്. കർത്താവ് വീണ്ടും വരുമ്പോൾ ഓരോരുത്തരും ചെയ്ത പ്രവർത്തികൾക്കനുസൃതമായി അവർക്ക് പ്രതിഫലം ലഭിക്കും എന്ന് കർത്താവ് പറയുമ്പോൾ, പ്രിയമുള്ളവരെ, ഈ ലോക താല്പര്യങ്ങളിലേക്കല്ല, മറിച്ച് ആത്മീയമായ പരിപോഷണത്തിന് വേണ്ടിയാണ് നിങ്ങൾ ജീവിക്കേണ്ടതെന്നും ഈ ലോക വസ്തുക്കളെല്ലാം അതിനുവേണ്ടി നിങ്ങൾ പ്രയോജനപ്പെടുത്തണം എന്ന ഒരു ധ്വനി കൂടി നമുക്കവിടെ കാണുവാൻ സാധിക്കും. നമുക്ക് ഒത്തിരിയേറെ കാര്യങ്ങളിലൂടെ കടന്നു പോകുവാൻ സാധിക്കും. ഭൗതികമായ ഒത്തിരിയേറെ ആവശ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. പക്ഷേ അതെല്ലാം എപ്രകാരമാണ് നിങ്ങൾ വിനിയോഗിക്കേണ്ടത് എന്ന് കർത്താവ് പറയുകയാണ്. അത് വിനിയോഗിക്കേണ്ടത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് വേണം. അത് നിങ്ങളുടെ ആത്മാവിൻ്റെ പരിപോഷണത്തിന് നൽകുന്ന ഒന്നായിരിക്കണം. നിങ്ങളുടെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് നിത്യജീവനാണ്, ആത്മാവിൻ്റെ ജീവനാണ്. അതിലേക്ക് നിങ്ങളെ അടുപ്പിക്കുന്ന ഒന്നാക്കി അതിനെ മാറ്റണം. എങ്കിൽ മാത്രമാണ് നിങ്ങളുടെ ജീവിതത്തിൽ അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുള്ളൂ. പ്രിയമുള്ളവർ, ഇന്ന് ഈ ദിവ്യബലിയെ സംബന്ധിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും എപ്രകാരമാണ് ജീവിക്കുന്നത് എന്ന് പരിശോധിക്കുക. എൻ്റെ ജീവിതത്തിൽ ഞാൻ പണത്തിന് പുറകെ പോകുന്ന ഒരു വ്യക്തിയാണോ, അല്ലെങ്കിൽ ലൗകികമായ സുഖങ്ങൾക്ക് വേണ്ടി തന്നെ വിട്ടുകൊടുക്കുന്ന ഒരു വ്യക്തിയാണോ, അതോ ഈ ലോക വ്യാപാരങ്ങളുടെ പുറകെ പോകുമ്പോൾ ദൈവത്തെ മറന്നു പോകുന്ന ഒരു വ്യക്തിയാണോ ഞാൻ? അങ്ങനെയുള്ള ഒരു ആളാണെങ്കിൽ നമ്മളെ തന്നെ തിരുത്തേണ്ട ഒരു സമയമായി എന്ന ഒരു സൂചന കൂടി ഇന്നത്തെ ഈ സുവിശേഷത്തിലൂടെ കർത്താവ് പറയുന്നുണ്ട്. നിങ്ങൾ യഥാർത്ഥത്തിൽ ക്രിസ്തു ശിഷ്യൻ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ലോക താല്പര്യങ്ങളെ എല്ലാം മാറ്റിവെച്ചുകൊണ്ട് നിന്റെ ആത്മാവിനെ പരിപോഷിപ്പിക്കുവാൻ സഹായിക്കുന്ന കാര്യങ്ങളിലേക്ക് തിരിയുക, അതിനുവേണ്ടി പരിശ്രമിക്കുക. ഇന്ന് ഈ ദിവ്യബലിയിൽ ആ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.